ആ മാഷേ, മഞ്ചാടി ഭാഗത്തിരിക്കാം. വാ ഏട്ടത്തി, ഏട്ടാ, ദാ മാഷു മഞ്ചാടി വന്നിരിക്കുന്നു. ദേ ഇന്ദ്രേട്ടാ, അച്ഛൻ വന്നിരിക്കുന്നു. ചേച്ചാ, മഞ്ചാടി, എന്താ രണ്ടാളും പെട്ടെന്ന്? നിനക്കെങ്കിലും ഒന്ന് വിളിക്കായിരുന്നില്ലേ മഞ്ചാടി? ഇങ്ങോട്ടേക്കാ വരുന്നേന്ന് ഞാൻ പോലും അറിഞ്ഞില്ല ചേച്ചി. ഇവിടെ എത്തിയപ്പോഴാ എനിക്ക് കാര്യം പിടികിട്ടിയത്. ഓ, അല്ല, അച്ഛൻ ഇവിടേക്ക് വരാൻ പ്രത്യേകം അറിയിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടേക്കാണെങ്കിൽ മഞ്ചാടി വന്നില്ലോ എന്ന് കരുതിയായിരിക്കും അച്ഛൻ പറയാതിരുന്നത്, അല്ലേ അച്ഛാ? അതൊന്നുമല്ല, എല്ലാവർക്കും ഒരു സർപ്രൈസ് ആകട്ടെ എന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കുടിക്കാൻ എന്താ ഏട്ടത്തി എടുക്കണ്ടേ? ചായ എടുക്കട്ടെ? ആ, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. അച്ഛാ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. വാ. വേണ്ട ഇന്ദ്ര, ഇവിടെ സൗകര്യം ഉണ്ടല്ലോ. എന്നാ നമുക്ക് അങ്ങോട്ടിരിക്കാം. ആ, വരും. ആയിക്കോട്ടെ. വാ അച്ഛാ, വാ. അങ്ങോട്ടിരിക്കാം അച്ഛാ. നീയായിരുന്നോ? അമ്മ കുളിക്കാൻ കേറിയില്ലേ? ആ, പതുക്കെ കുളിക്കാം. എടി, ആ മാഷ് എന്നെ കുറിച്ച് ചോദിച്ചപ്പോ നീ പറഞ്ഞില്ലേ കുറച്ച് സമയം അവിടെ കാത്തിരിക്കട്ടെ? അല്ല പിന്നെ ആരെ കാത്തിരിക്കാൻ? അമ്മ എവിടെയെന്ന് പോലും മാഷ് ചോദിച്ചില്ല. ആ, അമ്മ സൗകര്യം പോലെ തേച്ചൊരിച്ച് കുളിച്ചിട്ട് അങ്ങോട്ട് വന്നാ മതി. എടി, ചോദിച്ചില്ലേ? മഞ്ചാടി ഇനി ഹോസ്റ്റലിലേക്ക് പോവാതെ വീട്ടിൽ തന്നെ താമസിച്ച് കോളേജിൽ പോയി വരാന്ന് തീരുമാനിച്ചതായിരുന്നു. അപ്പോഴാ ഗോകുലുമായി ബന്ധപ്പെട്ട വിഷയം സുശീല മഞ്ചാടിയോട് പറയുന്നത്. ഇപ്പൊ ഇവള് എന്നോട് വീണ്ടും പ്രതിഷേധിച്ച് ഹോസ്റ്റലിലേക്ക് എന്നെ തിരിച്ചു പോണോന്നുള്ള വാശിയില്ല. കുട്ടികളെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കുടുംബത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നത് ആര് ചെയ്താലും അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പണ്ടൊക്കെ സുശീല എന്ത് ചെയ്താലും അത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കാറാണ് പതിവ്. ഇനിയിപ്പോ അതിന്റെ ആവശ്യമുണ്ടോ ഇന്ദ്ര? ഒരിക്കലും ഇല്ല അച്ഛാ. അമ്മ എന്തിന്റെ അടിസ്ഥാനത്തിലാ മഞ്ചാടിയോട് അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ചോദിക്കാം. ഇന്ദ്രേട്ടൻ ചോദിക്കണ്ട. അത് അച്ഛനും മഞ്ചാടിയും തന്നെ ക്ലിയർ ചെയ്യട്ടെ. അതാ നല്ലത്. ഇന്ദ്രേട്ടൻ ഇവിടെ ഇരിക്ക. ഹാ, മാഷോ? ഇതെപ്പോ വന്നു മാഷേ? അല്ല, മോളെ ഇങ്ങോട്ട് അയച്ചിട്ട് ഇതുവരെ തിരിഞ്ഞു നോക്കാതായപ്പോ ഞാൻ വിചാരിച്ചു ആനന്ദം മാഷ് നാട്ടു നടപ്പും മര്യാദയൊക്കെ മറന്നെന്ന്. ചില സാഹചര്യങ്ങളിൽ നമ്മളെല്ലാം മറന്നു പോവും സുശീലേ. ഇപ്പോ ഞാൻ മഞ്ചാടിയും കൂട്ടി വന്നത് നാട്ടു നടപ്പനുസരിച്ചല്ല, നിന്നോടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. എന്നോട് കാര്യം സംസാരിക്കാനോ?